Ladies and gentlemen, welcome to Al Shazam and we have the one and only secret agent in Dubai. എന്തിനാണ്? ഓ ഭയങ്കര സീക്രട്ട് പരിപാടിയാ. സീക്രട്ട് പരിപാടിക്കാ വന്നേ. But we came in a Panamera. നമ്മുടെ സുബിന്റെ പനമേറയിലാണ് വന്നത്. എന്റെ സന്തോഷ പ്രകടനത്തിലാണ് നമ്മുടെ സായിബ്രോ. അപ്പൊ എന്തായാലും നമ്മള് സുബിൻ പറഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ഈറ്റ് ബിരിയാണി. എന്തോന്നോ ആംബൂറോ എന്തോ ബിരിയാണിയുടെ. അതുപോലെ നമ്മുടെ കൂടെ റസ്മിൻ ഭായി ഉണ്ട്, ബിഗ് ബോസിലെ നമ്മുടെ സുഹേറിന്റെ ബന്ധുവാണ് കേട്ടോ, കസിൻ. ഇപ്പൊ ദുബായ് ബൈ പേര് ഫ്രണ്ടിൽ താണ്ടെ നമ്മുടെ സുബിൻ നടന്നു പോവുകയാണ് ഗൈസ്. സുബിൻ എന്തൊക്കെയോ വൻ തള്ളൊക്കെ തള്ളിയതാണ്, കണ്ണ വഴി ഓടുന്നൊക്കെയാണ് പറഞ്ഞത്. ബിരിയാണി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടറിയാം. സുബിനെ ടെൻഷൻ ഉണ്ടോ? സുബിൻ ബ്രോ ടെൻഷൻ? ഒരു ടെൻഷനും അടിപൊളിയാണ്. ഭക്ഷണത്തിന്റെ കേസ് നമുക്ക് ടെൻഷനേ ഇല്ല. എന്റെ ബാബുജി ഇത് പോയി നടക്കൂലടാ. അപ്പൊ എന്തായാലും നമ്മള് ഈറോഡുള്ള മെസ്സിലോട്ട് നമ്മള് ദുബായിൽ പോവുകയാണ്. ഈറോഡ് വരെ പോവാൻ ഇന്നലെ പൂക്കട വരെ കാണിച്ചു. അതൊക്കെ ഉണ്ട്. പൂക്കട, കരാമേല്, ഇതൊക്കെ നാട്ടീന്ന് കയറി വന്ന് നാട്ടിലെത്തിയ ഫീലിംഗിലാണ് സീക്രട്ട്. പോയി ഇങ്ങനെ നിന്നപ്പോ ചുറ്റും നോക്കുമ്പോ മറ്റേ കോഴിക്കോട് മിഠായി തെരുവ് പോയ അവസ്ഥ. ഗായ് നമുക്ക് സുബിൻ പറഞ്ഞു തന്നത് ഇത് ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ആണ്. ഇവിടെ ചൈന സാധനങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ചൈനീസ് ആപ്പിള്, മുന്തിരി, ചൈന അബ്ജാമോട്ടോ ഒക്കെ ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ അമ്മ മെസ്സിൽ എത്തിയിരിക്കുകയാണ്. നല്ല മണം അടിക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. സുബിൻ ഒരു ടെൻഷനും ഇല്ല, ജില്ല നല്ല മണം കേട്ടാ, നല്ല മണം. അത് ശരിയാണ്. എന്തായാലും പ്രതീക്ഷയുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്, നല്ല ആംബിയൻസ് എല്ലാം കൊള്ളാം. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാനാണ് വന്നത്. ഫുഡ് ഇസ് അവർ പാഷൻ ഓൾവേസ്. ഈ തള്ളക്ക എല്ലാ റെസ്റ്റോറൻറ്റിലും ഉണ്ട്. മട്ടൻ കൊല ഉരുണ്ടൈ, മുട്ട സാധനങ്ങളാണ് കേട്ടോ. കോഴി രസം അത് ശരി. മട്ടൻ ബിരിയാണി, ചിക്കൻ 65, പൊറോട്ട, ചിക്കൻ ചിക്കൻ മലങ്ക് ഫ്രൈ, തക്കത്തിര മലന്ന ഫ്രൈ. നമ്മൾ ചിക്കൻ ഫ്രൈയും ജപ്പാൻ ചിക്കൻ. അല്ല ഇവിടെ ജപ്പാൻ ചിക്കൻ ഉണ്ട് കേട്ടാ തമിഴ്നാട്ടില്. ആണോ? മെയിൻ ട്രെൻഡിങ് ഡിഷാണ് ഈറോഡ് ജപ്പാൻ ചിക്കൻ. ലിറ്റിൽ സ്വീറ്റ്, ലിറ്റിൽ ക്രീമി. നമ്മളെന്തൊക്കെയാ കഴിക്കണേ? ഞങ്ങള് ഇവരുടെ മട്ടൻ ബിരിയാണി, ഇവിടെ പെപ്പർ ലെഗ് ഇത് ഇതല്ലേ. അതുപോലെ ഇവിടെ ചിക്കൻ സുക്ക, അതുപോലെ മീൻ കുളമ്പ് അടിപൊളിയാണ്. അല്ല ഇതെല്ലാം ഓർഡർ ചെയ്യണല്ലോ നമ്മള്, വേറെ എല്ലാം ഓർഡർ ചെയ്യാം നമുക്ക്. ഇവരുടെ പൊറോട്ട അടിപൊളിയാണ്. അങ്ങനെ ഫസ്റ്റ് സാധനം വന്നിരിക്കുകയാണ്, ചിക്കൻ ചുക്ക. നാട്ടുകോഴി സുക്ക. നാട്ടുകോഴി വന്നപ്പോ ആദ്യം കാട്ടുകോഴി ബാക്കിയെല്ലാം വരുന്നുണ്ട്. ബാക്കി സാധനങ്ങൾ വരുന്നുണ്ട് ഗൈസ്, ഓൺ ദ വേ. ബട്ട് ചിക്കൻ ഇസ് ഹിയർ. മോനെ പൊറോട്ട, ബിരിയാണി, വേറെന്തൊക്കെ, രണ്ടാമത്തെ ബിരിയാണി, മൂന്നാമത്തെ ബിരിയാണി, അത് പൊരിച്ച കോഴി. എന്റെ പൊന്നോ, ഇത് എന്തോടാ അത്? ഭീമൻ ടെക്കുന്റെ കാലോ. പിന്നെയും പൊറോട്ട. എന്ത് പൊറോട്ട? ഇത് ബണ്ണ് പൊറോട്ടയാണ്, പക്ഷെ ഇത് സാധാ പൊറോട്ട ആണ്. നഗുമോ? ഹൃദയമാണോ സിനിമയുടെ പേര്? ഹൃദയമല്ലേ? അതെ ഹൃദയം. മറ്റവളെ വളയ്ക്കണത് ഇത് കൊടുത്തിട്ടാണ്. നമ്മൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കാൻ പോകും. ചിക്കൻ്റെ ഒക്കെ സൈസ് കണ്ടാണ്. പൊറോട്ട ഇങ്ങനെ എടുക്കുക, ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മുക്കുക, എന്നിട്ട് കുറച്ച് ചിക്കൻ ഇങ്ങനെ അങ്ങ് എടുക്കുക, എന്നിട്ട് ഇതിലോട്ട് വെക്കുക, എന്നിട്ട് ഇവിടുത്തെ മെയിൻ സാധനം ബിരിയാണിയാണ് ഗൈസ്. സോ നമുക്ക് ബിരിയാണി കഴിക്കാം. നല്ല എന്തൊരു മട്ടനടാ അത്. ഒക്കെയാണ് ഇതിങ്ങനെ അടുത്ത് കുഴച്ചിട്ട് കൊലപാതക ബിരിയാണി. അങ്ങനെ സുബിൻ കുറെ നാളായിട്ട് പറഞ്ഞ കടയാണിത്. അമ്മൻ മെസ്സ് കേട്ടാ. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണെങ്കിലും കിട്ടില്ല ഫുഡായിരുന്നു. മട്ടനും പൊറോട്ടയൊക്കെ എന്തോന്ന് പൊറോട്ടയുടെ സൂപ്പർ പൊറോട്ട, സൂപ്പർ മട്ടൻ ബിരിയാണി,
എല്ലാം നല്ല. പിന്നെ ചിക്കൻ നല്ല എരി ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പൈസി പരിപാടി ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് നല്ല രീതി എരിയും. എന്തിനാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ വീഡിയോ കാണും, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കിടക്കുന്ന ഉറങ്ങണമായിരിക്കും നിങ്ങൾ കാണാൻ പോകണം. ബൈ ഇത് ഗൈസ്. ഉച്ചയ്ക്ക് സീക്രട്ട് ഏജന്റ് ഇതാണ്ട് ഇന്നിപ്പോ പാട്ട ഹോളിക്ക് വന്നിരിക്കുകയാണ്. നാളെ ഗാനമേളയ്ക്കായി വന്നിരിക്കുകയാണ് നമ്മുടെ അജ്മാനിലെ ഗ്ലോബൽ വില്ലേജിൽ ഗാനമേള ആരംഭിക്കാനായി. എവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ പാട്ടഹോളിക്ക്. പാട്ടഹോളിക്ക് 2 ദിവസത്തിനൊക്കെ ദുബായ് വന്നേക്കാണ്. നമ്മള് പണ്ടേ ബെസ്റ്റ്. നമ്മള് പണ്ട് കുറെ ലൈവൊക്കെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. വീണ്ടും ബൈ. അല്ല നമ്മള് ബായ് പറഞ്ഞില്ല, അത് എടുത്തേ ഇല്ല. എടാ ബായടാ. ഗൈസ് നമ്മളങ്ങനെ വൈറൽ സാധനമായ ബി ലബാനിലെ ബോംബ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ റസ്മിൻ ഭായി ഉണ്ട്, സീക്രട്ട് ഉണ്ട്. സീക്രട്ട് നൈസായിട്ട് ഹണിക്കോം ഐസ്ക്രീം മുക്കി. എങ്ങനെയുണ്ട്? നല്ല ബോറാണ്. സോ മൈ ഗാഡ്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഓപ്പൺ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓ മൈ ഗാഡ്. അപ്പൊ നമുക്കിത് കഴിച്ചിട്ട് റിവ്യൂ ഇങ്ങനെ നടുക്കുന്നിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ചീസാണ്. ചീസ് തീട്ട മുടി ബോർഡ് തിന്നാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ. ഓ ഇത് മിച്ചറിന് മറ്റേ നാനിട്ടത് മിച്ചറില്ലേ നാട്ടിലെ മിച്ചറിനകത്ത് മറ്റേ ക്രീം വെച്ച്. ഇപ്പൊ ദുബായിലെ എല്ലാത്തിലും ഈ പിസ്താച്ചിയോ ചിക്കൻ്റെ അകത്ത് വരെ ഉണ്ട്. അവരതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. പിസ്താച്ചിയോ ചീസും കൂടെ വെച്ചിട്ട് കഴിക്കാം. പിസ്താച്ചിയോ ചിക്കനകത്തോ? അത് നടുക്കുള്ള സാധനങ്ങളാ. അതുമായിട്ട് വരുമ്പോൾ നല്ല മിക്സാ. അടിപൊളി സാധനം. എന്താ രണ്ടുപേരും ഫോണിൽ ദുബായ് ജീവിതത്തിന്റെ നടുക്കം ബിസിയായി നടക്കുന്ന സീക്രട്ട് ഏജന്റും നമ്മളുടെ സ്വന്തം റസ്മിൻ ഭായ്. വലിയ ബിസിനസ് ഡീലിങ്സ് ആണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണേണെന്ന് പറഞ്ഞൂടാ. അല്ല അങ്ങനെ ഇവര് വേറെ എവിടെ പോവുകയാണ്. സീക്രട്ടിന് അൽബേക്കിലോട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് ചിക്കനും മേടിച്ചു കൊടുത്ത് അത് കഴിച്ച് അതെന്താ പരിപാടി? അത് കഴിഞ്ഞ് ഷവർ. ഇത് രാവിലെ തൊട്ട് ഷവർമ ഒരു വ്ളോഗ് വരുന്നുണ്ട് ഗൈസ് സീക്രട്ടിന്റെ. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇനി നാളെ കാണാം അല്ല. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ഷവർമ കിട്ടിയിരിക്കുകയാണ്. എവിടെ? ഏത് സ്ഥലത്ത്? ഇത് സാധാ എൻജോയ്. ഗൈസ് അങ്ങനെ സീക്രട്ട് ഏജന്റ് ബൈ പറഞ്ഞു പോവുകയാണ്. തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവനെ ഒരു വിശ്വാസവും ഇല്ല. ഞാൻ നമ്മുടെ ഏറ്റവും എന്റെ അടുത്ത സുഹൃത്തായ ഉണ്ണിമൂന്തന്റെ സിനിമ റിലീസ് ആവുന്നത്, അത് കാണാൻ വേണ്ടിയാണ് പോണത് കേട്ടോ. കാണാൻ വേണ്ടി മാത്രമായിട്ട് പോവാണ്. പോയിട്ട് വേടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം ടേക്ക് കെയർ, ബൈഡാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ നമ്മൾ ഏതോ ഒരു ബോട്ടിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിവോയും മീഡിയ ടെക്കിൻ്റെയും ലേറ്റസ്റ്റ് ഫോണായ X200 Pro മിഡിൽ ഈസ്റ്റിൽ ലോഞ്ച് ആവാൻ പോവുകയാണ്. പ്രൈസ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. എൻ്റെ ഓൾറെഡി ഫോണുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിളിച്ചപ്പോൾ ഞാൻ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും സത്യം പറഞ്ഞാൽ ഈ കനാൽ ക്രൂസിൽ കയറാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ബുർജ് ഖലീഫ കറങ്ങാൻ പോവുകയാണ് ഈ വെള്ളത്തിൽ കൂടെ. എന്നിട്ട് നമ്മൾ വേറെ കുറേയൊക്കെ സ്ഥലമൊക്കെ കാണിച്ച് തന്നിട്ട് നമ്മളെ കൊണ്ട് തിരിച്ച് വിടും. അപ്പോൾ ഞാൻ എന്തായാലും വാസിനാണല്ലോ ഇതൊക്കെ കാണാൻ പറ്റുന്നത്. ഞാൻ ഓക്കെ ഉണ്ട്. ഇതിലാണെങ്കിലും കൊള്ളാടായി ഞാൻ ബോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഇങ്ങനത്തെ വ്യൂ ഒക്കെ കണ്ട് ഉലാത്തുകയാണ് ഗൈസ്. ആ ചേട്ടനെ കണ്ട നമ്മുടെ മാർക്കിസ് ബ്രൗണിൻ്റെ ഒക്കെ കൂടെ മറ്റേ കട്ട ക്രിയേറ്ററാണ് പുള്ളി. ഒരു ഡൗൺ ടു എർത്ത് മനുഷ്യൻ. ഇങ്ങനെ അറബിലെ ഏറ്റവും ടോപ്പ് ക്രിയേറ്ററാണ്. അയാൾക്ക് ആപ്പിളിൽ നിന്നൊക്കെ കൂപ്പർട്ടീനോയിലൊക്കെ പോകാനുള്ള ഇൻവൈറ്റൊക്കെ പറഞ്ഞ ആ ലെവലിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ സാഹിൽ ഭായ് ഉണ്ട്.
പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് അവിടെ. അപ്പോൾ നമ്മളിവിടെ ഫുഡ് അടിക്കുക, ഇത് നോക്കുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് അടുത്ത പരിപാടി. സോ ഞാൻ ഓൾറെഡി ഫോട്ടോയൊക്കെ എടുത്ത് ഇപ്പോൾ എന്തിനാ എടുക്കാൻ ഞാൻ എന്തായാലും ഫുഡൊക്കെ അടിച്ചിട്ട് കണ്ടിങ്ങനെ കണ്ടിങ്ങനെ പോവാല്ലേ. അപ്പോൾ അതായിരുന്നു വിവോൻ്റെ ഇവൻറ്റ് ഗൈസ്. അങ്ങനെ കുറച്ച് നമ്മൾ ക്രിയേറ്റേഴ്സിനെയൊക്കെ കണ്ടിരിക്കുകയാണ്, ദുബായിലുള്ള ക്രിയേറ്റേഴ്സ് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഞാനൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മളിങ്ങനെ ബോട്ടിൽ റോട്ടേറ്റ് അടിച്ചിട്ട് യൂ ടേൺ അടിച്ചിട്ട് നേരെ ആ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തോട്ട് പോവുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ അത്. നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കനാലിൽ കൂടെ ഇങ്ങനെ ബോട്ടിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, പാട്ട് കേൾക്കുന്നു, കള്ളു കുടിക്കുന്നവർക്ക് ഇറ്റ് വാസ് ഫൺ. ഇവിടെ വന്ന് ഈ സാധനം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താല്ലേ നമ്മൾ വിചാരിക്കുന്നു, അത് വരുന്നു, കാശ് ചിലവില്ല. ഗുഡ്.